ജെകെആർ അക്കാഡമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. പ്ലാന്റ് അസിസ്റ്റന്റ് ഗ്രേഡ് 3 തസ്തികയിലേക്ക് അപേക്ഷ സമർപ്പിച്ചുള്ള ഉദ്യോഗാർത്ഥികൾക്കുള്ള എല്ലാ ക്ലാസ്സുകളും നിങ്ങൾക്ക് ഈ ചാനലിലൂടെ ലഭ്യമാണ്. ക്ലാസ്സുകളെല്ലാം തന്നെ പ്ലേലിസ്റ്റ് അപ്ഡേറ്റ് ചെയ്യേണ്ട പുതുതായിട്ട് ജോയിൻ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം പ്ലേലിസ്റ്റ് ക്ലിക്ക് ചെയ്താൽ ക്ലാസ്സുകളെല്ലാം തന്നെ നിങ്ങൾക്ക് ലഭ്യമാവുന്നതാണ്. അതോടൊപ്പം തന്നെ റാങ്ക് ഫയൽ ആവശ്യമുള്ള ഉദ്യോഗാർത്ഥി ഉടൻ തന്നെ കോൺടാക്ട് ചെയ്യുക. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്താൽ റാങ്ക് ഫയൽ മെയിൽ വഴിയോ വാട്സപ്പ് വഴിയോ അയച്ചു നൽകുന്നതാണ്. ആവശ്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഉടൻ തന്നെ കോൺടാക്ട് ചെയ്യുക. ഇന്ന് വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഒരു വലിയ പാത്രത്തിലെ പാലിൽ നിന്നും കൃത്യമായ സാമ്പിൾ എടുക്കുന്നതിന് മുമ്പായി ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ത്? നമ്മൾ ഇപ്പോൾ ഒരു വലിയ പാത്രത്തിൽ പാലുണ്ടെന്ന് വിചാരിക്കുക. പ്രസ്തുത പാത്രത്തിൽ നിന്നും കൃത്യമായ സാമ്പിൾ എടുക്കേണ്ടതായിട്ടുണ്ട് എന്ന് വിചാരിക്കുക. അപ്പോൾ അങ്ങനെ എടുക്കേണ്ടതായിട്ട് വന്നാൽ അതിനു മുമ്പായി ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. അത് എന്താണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഓപ്ഷൻ എ ബി സി ഡി ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കി. ഏതാണ്? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ അല്ലേ? പാൽ നന്നായി ഇളക്കുക. അതായത് ഈ പാലിലെ കൊഴുപ്പ് മുകളില് പാടയായി അടിഞ്ഞുകൂടാനുള്ള സാധ്യതയുണ്ട്. പാൽ നന്നായി ഇളക്കിയാൽ മാത്രമേ എല്ലാ ഘടകങ്ങളും ഒരുപോലെ കലരുകയുള്ളൂ. എങ്കിൽ മാത്രമേ ലഭിക്കുന്ന സാമ്പിൾ ആ ബാച്ചിലെ പാലിനെ കൃത്യമായി പ്രതിനിധീകരിക്കുകയുള്ളൂ. അപ്പോൾ ഈ സാമ്പിളൊക്കെ എടുക്കുന്നതിന് മുൻപായിട്ട് പാല് പ്രധാനമായിട്ടും ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. എന്താണ്? പാല് നന്നായിട്ട് ഇളക്കണം. എന്നാൽ മാത്രമേ പാലിലുള്ള ഈ കൃത്യമായുള്ള എല്ലാ ഘടകങ്ങളും ഒരുപോലെ കലരുകയും അപ്പോൾ അതിന് കൃത്യമായുള്ള അതിൽ നിന്ന് അങ്ങനെ കലരുന്നതിന് ശേഷം ആ സാമ്പിൾ എടുക്കുമ്പോഴാണ് കൃത്യമായ പ്രതിനിധീകരണം ഉണ്ടാവുകയും ചെയ്യുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് പാൽ നന്നായി ഇളക്കുക. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. പാലിലെ കൊഴുപ്പിന്റെ അളവ് അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? പാലിലെ കൊഴുപ്പുണ്ടെന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ ആ കൊഴുപ്പിന്റെ അളവ് എത്ര ശതമാനമാണ് കൊഴുപ്പിന്റെ അളവ് ഉള്ളത്? അതിനെക്കുറിച്ചൊക്കെ വ്യക്തമായിട്ട് അറിയണമെങ്കിൽ അത് അളക്കേണ്ടതായിട്ട് ഉണ്ട് അല്ലേ? അപ്പോൾ അത് അളക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഉപകരണമുണ്ട്. ആ ഉപകരണം ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ബി ആണല്ലേ? ബ്യൂട്ടൈറോമീറ്റർ. ബ്യൂട്ടൈറോമീറ്റർ അതായത് ഗർഭർ രീതിയിലൂടെ പാലിലെ കൊഴുപ്പ് അളക്കാനാണ് ബ്യൂട്ടൈറോമീറ്റർ ഉപയോഗിക്കുന്നത്. സൾഫ്യൂരിക് ആസിഡും അമൈൽ ആൽക്കഹോളും ഇതിനായി ഉപയോഗിക്കുന്നു. അപ്പോൾ ഗർഭർ രീതിയിലൂടെ പാലിലെ കൊഴുപ്പ് അളക്കാനാണ് ബ്യൂട്ടൈറോമീറ്റർ ഉപയോഗിക്കുന്നത്. സൾഫ്യൂരിക് ആസിഡും അമൈൽ ആൽക്കഹോളും ഇതിനായി ഉപയോഗിക്കുന്നു. അപ്പോൾ പാലിലെ കൊഴുപ്പിന്റെ അളവ് അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ബ്യൂട്ടൈറോമീറ്റർ. അടുത്ത ക്വസ്റ്റ്യൻ. പാലിലെ ആപേക്ഷിക സാന്ദ്രത അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം. പാലിലെ ആപേക്ഷിക സാന്ദ്രത അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം. 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഏതാണ്? ഓപ്ഷൻ ബി ആൻഡ് സി അല്ലേ? ഓപ്ഷൻ ബി ആൻഡ് സി ആണല്ലേ? അതായത് ലാക്ടോമീറ്ററും ഹൈഡ്രോമീറ്ററുമാണ് പാലിലെ ആപേക്ഷിക സാന്ദ്രത അളക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഉപകരണം. അതായത് ലാക്ടോമീറ്റർ എന്നത് പാലിന്റെ സാന്ദ്രത അളക്കാൻ പ്രത്യേകം രൂപകൽപ്പന ചെയ്ത ഒരു തരം ഹൈഡ്രോമീറ്റർ ആണ്. പാലിലെ വെള്ളം ചേർത്തിട്ടുണ്ടോ എന്ന് കണ്ടെത്താൻ ഇത് സഹായിക്കുന്നു. അപ്പോൾ പാലിലെ ആപേക്ഷിക സാന്ദ്രത അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതൊക്കെയാണ്? ലാക്ടോമീറ്ററും ഹൈഡ്രോമീറ്ററും. പ്രത്യേകം ഓർത്തിരിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ. പാലിലെ രോഗാണുക്കളെ നശിപ്പിക്കുന്നതിനായി ഡയറി പ്ലാന്റുകളിൽ ഉപയോഗിക്കുന്ന പ്രക്രിയ ഏതാണ്? പാലിലെ രോഗാണുക്കളെ നശിപ്പിക്കുന്നതിനായി ഡയറി പ്ലാന്റുകളിൽ ഉപയോഗിക്കുന്ന പ്രക്രിയ ഏതാണ്? 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഏതാണ്? പാസ്ചറൈസേഷൻ അല്ലെ? പാസ്ചറൈസേഷൻ ആണ് പാലിലെ രോഗാണുക്കളെ നശിപ്പിക്കാനായിട്ട് ഡയറി പ്ലാന്റുകളിൽ ഉപയോഗിക്കുന്ന പ്രക്രിയ. പാലിലെ ദോഷകരമായ ബാക്ടീരിയകളെ നശിപ്പിക്കാൻ നിശ്ചിത താപനിലയിൽ ചൂടാക്കിയതിന് ശേഷം പെട്ടെന്ന് അത് തണുപ്പിക്കുന്ന ഒരു രീതിയാണ് അല്ലേ? ഇതിനായിട്ട് പ്ലേറ്റ് ഹീറ്റ് എക്സ്ചേഞ്ചർ എന്ന ഉപകരണം പ്ലാന്റുകളിൽ ഉപയോഗിക്കുന്നു. ഇതിനായിട്ട് ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? പ്ലേറ്റ് ഹീറ്റ് എക്സ്ചേഞ്ചർ. ഓർത്തിരിക്കണം കേട്ടോ. അതാണ് പ്ലാന്റുകളിൽ ഉപയോഗിക്കുന്നത്. അത് പ്രധാനപ്പെട്ട ഒന്നാണ്. അതുപോലെ തന്നെ പാസ്ചറൈസേഷനും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ്. അതും പ്രത്യേകം ഓർത്തിരിക്കുക. പാലിലെ കൊഴുപ്പ് കണികകളെ ഒരേ വലുപ്പത്തിലാക്കി പാൽ കട്ട പിടിക്കുന്നത് തടയാൻ
തടയുന്ന ഉപകരണം ഏത്? അതായത് പാലിലെ കൊഴുപ്പ് കണികകളെ ഒരേ വലുപ്പത്തിനാക്കിയതിന് ശേഷം പാൽ കട്ട പിടിക്കുന്നത് തടയുന്ന ഉപകരണം ഏത്? 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഏതാണ്? എല്ലാവർക്കും അറിയാവുന്നതാണ് അല്ലേ? ഓപ്ഷൻ ബി ആണല്ലേ, ഹോമോജനൈസർ. ഹോമോജനൈസർ അതായത് പാലിലെ കൊഴുപ്പ് മുകളിൽ പാടയായി കെട്ടിക്കിടക്കാതെ അത് പാലിനോട് ചേർന്ന് നിൽക്കാൻ ഹോമോജനൈസേഷൻ അത് സഹായിക്കുന്നു. ഉയർന്ന സമ്മർദ്ദത്തിലൂടെയാണ് ഇത് സാധ്യമാകുന്നത്. അപ്പോൾ പാലിലെ കൊഴുപ്പ് കണികളെ വലിപ്പത്തിലാക്കി കാൽ കട്ട പിടിക്കുന്നത് തടയുന്ന ഉപകരണം ഏതാണ്? ഹോമോജനൈസർ. അടുത്ത ക്വസ്റ്റ്യൻ, പാലിലെ അസിഡിറ്റി പെട്ടെന്ന് പരിശോധിക്കാൻ പ്ലാറ്റ്ഫോം ടെസ്റ്റ് ആയി ഉപയോഗിക്കുന്നത് ഏത്? പാലിലെ അസിഡിറ്റി പെട്ടെന്ന് പരിശോധിക്കാൻ പ്ലാറ്റ്ഫോം ടെസ്റ്റ് ആയി ഉപയോഗിക്കുന്നത് ഏത്? 4 ഓപ്ഷൻ ഉണ്ട്. ഏത്? 4 ടെസ്റ്റിനകത്ത് ഏതാണെന്ന് കണ്ടുപിടിച്ചാൽ മതി. ഏതാണ്? ആൽക്കഹോൾ ടെസ്റ്റ് ആണല്ലേ, ആൽക്കഹോൾ ടെസ്റ്റ്. പാലിന്റെ ഗുണനിലവാരം ഡയറിയിൽ വെച്ച് തന്നെ പെട്ടെന്ന് പരിശോധിക്കാനുള്ള ടെസ്റ്റ് ആണിത്. പുളിച്ച പാലിൽ ആൽക്കഹോൾ ചേർക്കുമ്പോൾ പാൽ പെട്ടെന്ന് കട്ട പിടിക്കും. ഇത് പാൽ പാസ്ചറൈസേഷൻ ചെയ്യാൻ യോഗ്യമാണോ എന്ന് കണ്ടെത്താൻ സഹായിക്കുന്നു. അപ്പോൾ പാലിലെ അസിഡിറ്റി പെട്ടെന്ന് പരിശോധിക്കാൻ പ്ലാറ്റ്ഫോം ടെസ്റ്റ് ആയി ഉപയോഗിക്കുന്നത് ഏത് ടെസ്റ്റ് ആണ്? ആൽക്കഹോൾ ടെസ്റ്റ് ആണല്ലേ, ആൽക്കഹോൾ ടെസ്റ്റ്. പ്രത്യേകം ഓർത്തിരിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, പാസ്ചറൈസേഷൻ കൃത്യമായി നടന്നോ എന്ന് പരിശോധിക്കാനുള്ള ടെസ്റ്റ് ഏതാണ്? പാസ്ചറൈസേഷൻ കൃത്യമായി നടന്നോ എന്ന് പരിശോധിക്കാനുള്ള ടെസ്റ്റ് ഏതാണ്? ഏതാണ്? ഫോസ്ഫേറ്റ്സ് ടെസ്റ്റ് ആണല്ലേ. പാസ്ചറൈസേഷൻ കൃത്യമായി നടന്നോ എന്ന് പരിശോധിക്കാനുള്ള ടെസ്റ്റ് ഏതാണ്? ഫോസ്ഫേറ്റ്സ് ടെസ്റ്റ്. പാലിലുള്ള ആൽക്കലൈൻ ഫോസ്ഫേറ്റ്സ് എന്ന എൻസൈം പാസ്ചറൈസേഷൻ താപനിലയിൽ നശിച്ചു പോകും. പാൽ പരിശോധിക്കുമ്പോൾ ഈ എൻസൈം എപ്പോഴും ഉണ്ടെങ്കിൽ അതിന്റെ അർത്ഥം പാൽ ശരിയായി ചൂടാക്കിയിട്ടില്ല, അല്ലെങ്കിൽ പച്ചപ്പാൽ കലർന്നിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അതിനുള്ള പാസ്ചറൈസേഷൻ കൃത്യമായിട്ട് നടന്നോ എന്ന് പരിശോധിക്കാനുള്ള ടെസ്റ്റ് ഏതാണ്? ഫോസ്ഫേറ്റ്സ് ടെസ്റ്റ് ആണ്. ഈ ടെസ്റ്റിലൂടെ നമുക്ക് കൃത്യമായ വിവരങ്ങൾ ലഭ്യമാക്കാൻ സഹായിക്കുന്നു. അടുത്ത ചോദ്യം, പാലിനെ വളരെ പെട്ടെന്ന് 4 ഡിഗ്രി സെൽഷ്യസിലേക്ക് തണുപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏത്? പാലിനെ വളരെ പെട്ടെന്ന് 4 ഡിഗ്രി സെൽഷ്യസിലേക്ക് തണുപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏത്? 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ അല്ലെ, ചില്ലർ ആണ്. ചില്ലർ അതായത് ബാക്ടീരിയകളുടെ വളർച്ച തടയാൻ പാൽ ശേഖരിച്ചാൽ ഉടൻ തന്നെ അത് 4 ഡിഗ്രി സെൽഷ്യസിലേക്ക് തണുപ്പിക്കണം. ഇതിനായിട്ട് ബൾക്ക് മിൽക്ക് കൂളറുകൾ ഉപയോഗിക്കുന്നു. അപ്പോൾ പാലിനെ വളരെ പെട്ടെന്ന് 4 ഡിഗ്രി സെൽഷ്യസിലേക്ക് തണുപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഏതാണ്? ചില്ലർ. ഓർത്തിരിക്കണം കേട്ടോ, ചില്ലർ അല്ലെങ്കിൽ ബൾക്ക് മിൽക്ക് കൂളർ എന്ന് ഓർത്തിരിക്കുക. അപ്പോൾ ബാക്ടീരിയകളുടെ വളർച്ച തടയാൻ ഈ പാൽ ശേഖരിച്ചാൽ ഉടൻ തന്നെ അത് 4 ഡിഗ്രി സെൽഷ്യസിലേക്ക് തണുപ്പിക്കണം. ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും? അത് ബാക്ടീരിയകളുടെ വളർച്ച ഉണ്ടാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ട്, അത് തടയാൻ വേണ്ടിയിട്ടാണ് പാൽ ശേഖരിച്ചാൽ ഉടൻ തന്നെ 4 ഡിഗ്രി സെൽഷ്യസ് ആയിട്ട് തണുപ്പിക്കുന്നത്. ഇതിനായിട്ട് ബൾക്ക് മിൽക്ക് കൂളറുകൾ BMC ഉപയോഗിക്കുന്നു, അല്ലെങ്കിൽ ചില്ലർ ഉപയോഗിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, പാലിൽ ചേർത്തിട്ടുള്ള സ്റ്റാർച്ച് പോലുള്ള മായം കണ്ടെത്താൻ ഉപയോഗിക്കുന്ന രാസവസ്തു ഏത്? പാലിൽ ചേർത്തിട്ടുള്ള സ്റ്റാർച്ച് പോലുള്ള മായം കണ്ടെത്താൻ ഉപയോഗിക്കുന്ന രാസവസ്തു ഏത്? ഏതാണ് പാലിൽ ചേർത്തിട്ടുള്ള സ്റ്റാർച്ച് പോലുള്ള മായം കണ്ടെത്താൻ ഉപയോഗിക്കുന്ന രാസവസ്തു? ഏതാണ്? ഓപ്ഷൻ സി ആണല്ലേ, അയഡിൻ ലായനി ആണല്ലേ. പാലിൽ ചേർത്തിട്ടുള്ള സ്റ്റാർച്ച് പോലുള്ള മായം കണ്ടെത്താൻ ഉപയോഗിക്കുന്ന രാസവസ്തുവാണ് അയഡിൻ ലായനി. പാലില് സ്റ്റാർച്ച് ഉണ്ടെങ്കിൽ അയഡിൻ ലായനി ചേർക്കുമ്പോൾ പാലിന്റെ നിറം നീലയായി മാറുന്നു. അപ്പോൾ അതിൻ്റെ അകത്ത് അയഡിൻ ലായനി ചേർത്തിട്ടുണ്ടോ എന്ന് പാലിൽ ചേർത്തുള്ള സ്റ്റാർച്ച് പോലുള്ള മായം ചേർത്തിട്ടുണ്ടോ എന്ന് അയഡിൻ ലായനി വഴി കണ്ടെത്താൻ സാധിക്കും. അപ്പോൾ പാലിൽ ചേർത്തുള്ള സ്റ്റാർച്ച് പോലുള്ള മായം കണ്ടെത്താൻ ഉപയോഗിക്കുന്ന രാസവസ്തുവാണ് അയഡിൻ ലായനി. പാലില് സ്റ്റാർച്ച് ഉണ്ടെങ്കിൽ എന്ത് പറ്റും? അയഡിൻ ലായനി അത് ചേർക്കുമ്പോൾ പാലിന്റെ നിറം അത് നീലയായിട്ട് മാറുന്നു. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഒരിക്കൽ കൂടി എന്ന് പറഞ്ഞു നിർത്തട്ടെ. നന്ദി, നമസ്കാരം.